ആർക്കിയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അതാണ് നമ്മൾ നെക്സ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ആർക്കിയോളജി, ഹിസ്റ്ററി അത് പറഞ്ഞാൽ എന്താണ്, ആ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ്, എന്തിനെ കുറിച്ചാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത്, ഇതാണ് ഇതിൽ പറയാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ എന്താണ്, ആർക്കിയോളജി എന്താണ്, ഹിസ്റ്ററി എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കിനി ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജിയോഗ്രഫി. വാട്ട് ഈസ് ജിയോഗ്രഫി? എന്താണ് ജിയോഗ്രഫി? ജിയോഗ്രഫി എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ജിയോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പൊ എന്താണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്, ജിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ജിയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചാല് ചരിത്രത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ കാലാവസ്ഥയൊക്കെ പഠിക്കുന്നത് എന്താണ്, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാലാവസ്ഥയൊക്കെ പഠിക്കുന്നത് അല്ലെ? ഇപ്പൊ ഇന്ന് മഴ പെയ്യും, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, കാലാവസ്ഥ നോക്കിക്കൊണ്ടാണ് അല്ലെ? അപ്പൊ ഈ കാലാവസ്ഥയെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഭൂമിയുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്, നമ്മുടെ ജിയോഗ്രഫി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഭൂമിയെ കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ സിന്ധു, ഗംഗ നദീതട സംസ്കാരം അവയെ കുറിച്ചൊക്കെ എന്താണ്, ഭൂമിശാസ്ത്രം അതായത് ജിയോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അതായത് നദികളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് നദികൾ ഉത്ഭവിക്കുന്നത്, നദിയുടെ പതനസ്ഥാനം എവിടെയാണ്, ഉത്ഭവസ്ഥാനം എവിടെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഏതിലാണ്, ജിയോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് അല്ലെ? അതായത് ഇപ്പൊ ഇതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്, സിന്ധു നദീതട കേന്ദ്രത്തില് ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് മനസ്സിലായത്, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അവിടെ ഇരുമ്പിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം എന്തൊക്കെയാണ്, അവര് ജീവിച്ചിട്ടുള്ള ജീവിത രീതി എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ എന്താണ്, ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മളെ ഇന്ത്യയിലുള്ള ആളുകൾ താമസിക്കുന്ന പോലെയാണോ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ താമസിക്കുന്നത്? അല്ല. കാരണം എന്താണ്, ഓരോ സ്ഥലത്തും എന്താണ്, കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലെ? നമ്മുടെ വസ്ത്രധാരണ രീതി വരെ ഏതുമായി ബന്ധപ്പെട്ടാണ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണിത് ജിയോഗ്രഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? രാഷ്ട്രീയപരമായിട്ടുള്ള വികാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചും അതുപോലെ തന്നെ വോട്ടിംഗ് സിസ്റ്റം, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം വോട്ടിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് വന്നത് നമ്മുടെ നാട്ടിലേക്ക്. പഴയ കാലത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ സമയത്താണ് നമുക്ക് ഈ വോട്ടിംഗ് സിസ്റ്റം ഒക്കെ വന്നിട്ടുള്ളത് അല്ലെ? അതിനു മുമ്പൊക്കെ നമുക്ക് ആളുകൾക്കൊക്കെ വല്ലതും അറിയോ, എന്താണ് രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ ഇറങ്ങിത്തിരിക്കണം, ഇതൊന്നും നമുക്ക് അറിയുമായിരുന്നില്ല. കാരണം എന്താണ്, അന്നൊന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷമാണ്, അതായത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്തിനാണ്, യെസ് ഗവൺമെന്റിനാണ് അല്ലെ? ഗവൺമെന്റിനാണ് എന്ത്, പൊളിറ്റിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. കാരണം എന്താണ്, ഗവൺമെന്റ് ആണ് ഒരു രാഷ്ട്രത്തിന്റെ അധികാരി എന്ന് പറയുന്നത് ആരാണ്, ഗവൺമെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കേരളത്തിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം സംസ്ഥാന സർക്കാരാണ് നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേന്ദ്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ മൊത്തം ഭരിക്കുന്നത് അല്ലെ? ഇന്ത്യയുടെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലാണ്. കേരളത്തിന്റെ മൊത്തം അധികാരം നോക്കുന്നത് ആരുടെ കീഴിലാണ്, സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. അപ്പൊ സംസ്ഥാനങ്ങളിലാണെങ്കിൽ എന്തുണ്ടാവും, മുഖ്യമന്ത്രി ഉണ്ടാവും. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, പ്രധാനമന്ത്രിയാണ് അല്ലെ? പ്രധാനമന്ത്രിയുടെ ചുമതലയിലാണ് അവിടെയുള്ള മറ്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ? പ്രധാനമന്ത്രിയുടെ ഒരു ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നടത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ രാഷ്ട്രപതി അല്ലെ? പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഇതൊക്കെ എന്താണ്, കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? അതിന് കീഴിലാണ് എന്ത്, സംസ്ഥാന സർക്കാരൊക്കെ വരുന്നത്. അപ്പോ ലോക രാഷ്ട്രീയം എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതിന്റെ പൊതു തത്വം മനസ്സിലാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ്
ശ്രമിക്കുന്നുണ്ട്. ഗവൺമെന്റുകളെ കുറിച്ചുള്ള പഠനങ്ങൾ, പൊതുനയങ്ങൾ, രാഷ്ട്രീയ പ്രക്രിയകൾ, സമ്പ്രദായങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തന രീതികൾ ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മൾ എന്താണ്? ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയം എന്താണ്, എന്തൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്, ഇതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു പഠനമാണ് എന്ത്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യോളജി. എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? സോഷ്യോളജി എന്ന് പറയുന്നത്. സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ മനുഷ്യന്മാർ എങ്ങനെയൊക്കെ ജീവിക്കണം, ഏതൊക്കെ രീതിയിൽ അവർ നടക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ സോഷ്യോളജിന്റെ സബ്ജക്റ്റിന് കീഴിലുള്ള സമൂഹമാണ് അല്ലെ. സമൂഹമാണ് നമ്മളെ ഓരോ വ്യക്തികളുടെയും എന്താണ് സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം എന്താണ്? സമൂഹമാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയാണ് അല്ലെ. അപ്പൊ ഈ ഒരു സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? സോഷ്യോളജി എന്ന് പറയുന്നത്. അതായത് സാമൂഹിക ജീവിതത്തിൽ മനുഷ്യന്റെ പ്രവർത്തന രീതിയെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലെ. സോഷ്യോളജിയിൽ ഒരുപാട് സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് മാക്സ് വെബർ, അതുപോലെ തന്നെ അഗസ്റ്റേ കോംറ്റെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ എന്താണ് സോഷ്യോളജിക്ക് പല പല ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്? നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് എന്ത് വഹിക്കുന്നുണ്ട്? സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് വഹിക്കുന്നുണ്ട്. അപ്പോ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? വിശ്വാസ സമ്പ്രദായങ്ങൾ, ഗവൺമെന്റ്, ലിംഗം, സംസ്കാരം, വംശം, വർഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ പെടുന്നുണ്ട്? നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പെടുന്നുണ്ട്. വ്യക്തിയുടെയും സംഘത്തിന്റെയും പെരുമാറ്റ രീതികൾ സമൂഹത്തെ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിൽ ഇളവാകുന്ന ഫലങ്ങൾ എപ്രകാരമാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ എന്താണ് സോഷ്യോളജി സഹായിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തന രീതികളെ കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ത് സോഷ്യോളജി എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ത് സോഷ്യോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം അല്ലെ. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ തന്നെ എന്ത് ആവശ്യമാണ്? മണി ആവശ്യമാണ് അല്ലെ. അപ്പോ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ ഇൻകം, നമ്മുടെ ടൈം, നമ്മുടെ എന്താണ് വിഭവങ്ങൾ ഇതൊക്കെ വളരെ പരിമിതമായതുകൊണ്ട് അത് എപ്രകാരം യൂസ് ചെയ്യണം, എപ്രകാരം നമ്മളത് ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ നമ്മളത് കരുതി കൂട്ടി വെക്കണം, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് എന്താണ് ഓരോരുത്തർക്കും ഓരോ വിഭവങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ സൊസൈറ്റിയിലുള്ള വിഭവങ്ങൾ പരിമിതമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളൊരു നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഇൻകം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ വരുമാനത്തെ നിയന്ത്രിക്കണം, വരവ് എങ്ങനെയാണ്, ചെലവ് എങ്ങനെ ചുരുക്കണം, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ വിഭവങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് എന്ത് എക്കണോമിക്സ് പഠിക്കുന്നത്. അതായത് നമ്മുടെ വരുമാനം, സമയം, വിഭവങ്ങൾ എന്നിവയെല്ലാം വളരെ പരിമിതമായതുകൊണ്ട് അവയെ എങ്ങനെ മിതമായിട്ട് ചെലവഴിക്കണം എന്നും നമുക്ക് ലഭിക്കുന്ന എല്ലാ വിഭവങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുമാണ് എന്ത് എക്കണോമിക്സ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യരുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ത് എക്കോണമി എന്ന് പറയുന്നത് അല്ലെ. അതായത് സമ്പത്തില്ലെങ്കിൽ നമുക്ക് മനുഷ്യർക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. അപ്പൊ ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ എന്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? വരുമാനം, അതുപോലെ തന്നെ വിഭവങ്ങൾ, ഇതൊക്കെ എപ്രകാരം നമ്മൾ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ പരിമിതമായിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തണം, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആദിമ മനുഷ്യരെ എന്തുകൊണ്ടാണ് നാടോടികൾ എന്ന് വിളിക്കുന്നത് എന്നുള്ള
എന്തുകൊണ്ടായിരിക്കാം നാടോടികൾ എന്ന് വിളിക്കുന്നത്? കാരണം എന്താണ്? പഴയകാല മനുഷ്യരൊന്നും എന്താണ് ഒരു സ്ഥലത്ത് സ്ഥിരവാസം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാത്ത ആളുകളെ നമ്മൾ എന്താ പറയാ? നാടോടികളാണെന്ന് പറയും അല്ലെ. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ നാടുകളിലേക്ക് ഒരുപാട് പേര് കുടിയേറ്റം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്താണ് പറയാ? നാടോടികൾ എന്ന് പറയും. അപ്പൊ പഴയകാല മനുഷ്യർക്ക് എന്താണ്? അവർ അന്നന്നത്തെ ജീവിതം നോക്കിയിട്ട് എന്താണ് ഒരു സ്ഥിര താമസം അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? വേട്ടയാടിയിട്ടും കായ്കനികൾ ഭക്ഷിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്? പഴയകാല മനുഷ്യരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പ്രത്യേക ഒരു വാസസ്ഥലം വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു വിഭാഗമാണ് എന്ത്? പഴയകാല പൂർവികർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഇപ്പോഴത്തെ മനുഷ്യരെ പോലെയാണോ പഴയ കാലത്തെ ആളുകൾ? അല്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് എന്താണ് ഫ്യൂച്ചറിനെ അവർ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. ഫ്യൂച്ചറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഇന്നായിക്കോട്ടെ, ഇനിയിപ്പോ നാളെ എന്താണ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നാളേക്കുള്ളത് വേറെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്തയാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പൂർവികര്, അതായത് ആദിമ മനുഷ്യരെ നമ്മൾ നാടോടികൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അവർ ഭക്ഷണം ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവർ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? നാടോടികൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല അവർ ഗുഹകളിലേക്കാണ് എന്ത് ചെയ്തിരുന്നത്? താമസിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് അവരൊരു വീടൊന്നും പണി തീർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പഴയകാല മനുഷ്യരെ നമ്മള് നാടോടികൾ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാലിയോലിത്തിക് ഏജ്, അതായത് അതുപോലെ തന്നെ ആ പാലിയോലിത്തിക് ഏജിലുള്ള ആളുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? പാലിയോലിത്തിക് ഏജിലുള്ള ആളുകൾ എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? നമുക്കറിയാം പുരാതന മനുഷ്യരൊക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് എന്താണ് വേട്ടയാടലാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പഴയകാല ആളുകളുടെ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? വേട്ടയാടിയിട്ടും കായ്കനികൾ ഭക്ഷിച്ചിട്ടൊക്കെയാണ് പഴയകാല മനുഷ്യര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവർക്ക് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല അല്ലെ. അതായത് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ അവർക്ക് ശരിയായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതി ഉണ്ടായിരുന്നില്ല. ഇലകൾ കൊണ്ടൊക്കെയാണ് അവരെന്ത് ചെയ്തിരുന്നത്? അവരുടെ ശരീരഭാഗങ്ങളൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അവര് ഗുഹകളിലൊക്കെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുന്നുകളിലും ഗുഹകളിലും കാടുകളിലൊക്കെയാണ് ആര് താമസിച്ചിട്ടുണ്ടായിരുന്നത്? പഴയകാല മനുഷ്യര് താമസിച്ചിട്ടുണ്ടായിരുന്നത്. നദീജലവും നദിയിലേക്ക് വരുന്ന മൃഗങ്ങളും, അതായത് ഇപ്പോ മാനായിക്കൊള്ളട്ടെ മുയലായിക്കൊള്ളട്ടെ, അപ്പൊ അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഇവര് പച്ചയോടെ ഭക്ഷിക്കുകയായിരുന്നു ആര് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യകാല മനുഷ്യര് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അവര് മരത്തൊലികൾ അതുപോലെ തന്നെ ഇലകള് ഇതൊക്കെയാണ് അവരെന്ത് ചെയ്തിരുന്നത്? അവരുടെ അതായത് ശരീരത്തെ മറച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മരണമടഞ്ഞിട്ടുള്ള അവരുടെ പൂർവികന്മാരെയൊക്കെ അവര് ആരാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതായത് അവരുടെ മരിച്ചു പോയിട്ടുള്ള ആളുകളെയൊക്കെ അവര് ദൈവത്തെ പോലെ കണ്ടിട്ട് അവർക്കൊക്കെ എന്താണ് യാഗങ്ങൾ പൂജകളൊക്കെ ചെയ്യാന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുപോലെ തന്നെ പൂജകളൊക്കെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മരിച്ചുപോയ ആളുകളെ അവര് ആരാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്? അതായത് പൂർവ്വകാല മനുഷ്യരെ, അതായത് മരിച്ചിട്ടുള്ള ആളുകളെ അവര് ആരാധിക്കുകയും അതുപോലെ തന്നെ അവര് മരിച്ചു കഴിഞ്ഞാല് ആ സ്ഥലത്ത് അവരെന്ത് ചെയ്തിരുന്നു? അവരോടൊപ്പം തന്നെ അവരുടെ ശവക്കലറ, അതായത് അവരുടെ ശവത്തിന് ഉള്ളില് അവരെന്ത് ചെയ്യും? അവർ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോ ഭക്ഷണ സാധനങ്ങളായിക്കൊള്ളട്ടെ, അവരുടെ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, അവരുപയോഗിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും? ആ ബോഡിയുടെ കൂടെ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഒരു വിശ്വാസപ്രകാരം. അതായത് പഴയ കാലത്തുള്ള മനുഷ്യരെ എങ്ങനെയായിരുന്നു? മരിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം തന്നെ ആ സംഭവം അവർ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളും എന്താണ് കൂടെ പോകണം എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് പഴയ കാലത്ത് മനുഷ്യർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവരെന്താണ് ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്താണ് പ്രകൃതി ആരാധനയായിരുന്നു ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതായത് പ്രകൃതി ആരാധന എന്ന് പറയുമ്പോൾ എന്തിനൊക്കെയാണ്? അതായത് മഴ, അതുപോലെ തന്നെ ഇടിമിന്നൽ, അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവയൊക്കെയാണ് ഇവരെന്ത് ചെയ്തിരുന്നത്? ദൈവങ്ങളായിട്ട് ആരാധിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് ഇവരെന്താണ് ദൈവങ്ങളായിട്ട് ആരാധിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത് പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? പാലിയോലിത്തിക് ഏജിലെ ആളുകൾ എന്ന് പറയുന്നതാണ് സ്ഥിരമായിട്ടൊരു വാസസ്ഥലം ഉണ്ടായിരുന്നില്ല. അവരെന്തായിരുന്നു? ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അതായത് മരത്തൊലികളും അതുപോലെ തന്നെ ഇലകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പൂർവികന്മാരെയൊക്കെ അതായത് മരിച്ചു പോയിട്ടുള്ള ആളുകളെയൊക്കെ അവര് ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അവരെ മറവ് ചെയ്യുന്നതിനോടൊപ്പം അവരെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും അവരൊപ്പം മറവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേട്ടയാടലും കായ്കനികൾ ഭക്ഷിക്കലുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് മെസോലിത്തിക് ഏജ്, അതായത് മധ്യകാല ശിലായുഗം അല്ലെ. മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ പുരാതന കാലഘട്ടത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ, അതായത് പ്രാചീന ശിലായുഗത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു വിഭാഗമാണ് ഇതിലുള്ളത്, മെസോലിത്തിക് ഏജിലുള്ളത് അല്ലെ. മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത് എന്താണ്? പ്രാചീന ശിലായുഗത്തിന്റെയും നവീന ശിലായുഗത്തിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മധ്യശിലായുഗം എന്ന് പറയുന്നത്. അപ്പൊ മധ്യശിലായുഗത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് ഈ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യർ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? തീ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ തീ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ പാലിയോലിത്തിക് ഏജിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇവരെന്താണ്? ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ആര് തുടങ്ങി? മധ്യകാലഘട്ടത്തിലുള്ള ആളുകൾ തുടങ്ങി എന്നാണ് പറയുന്നത്. മാത്രവുമല്ല തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവർ എന്തിനു ഉപയോഗിച്ചു? തീന് ഉപയോഗിച്ചു അല്ലെ. തീന് ചുറ്റും അവർ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? അവരുടെ തണുപ്പൊക്കെ അവര് മാറ്റിയിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല അവരെന്ത് ചെയ്തിരുന്നു? തീ എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞത്? വന്യമൃഗങ്ങളെ ഭയപ്പെടുത്താനും അവരെന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല ഇവരെന്താണ്? മൈക്രോലിത്തിക്സ് എന്ന് പറയുന്ന ഉപകരണങ്ങൾ എന്ത് ചെയ്തിരുന്നു? മധ്യകാലഘട്ടത്തിലെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മൈക്രോലിത്തിക്സ് അല്ലെ. മൈക്രോലിത്തിക്സ് എന്ന് പറയുന്ന ഉപകരണങ്ങൾ ആര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? മധ്യശിലായുഗത്തിലുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്ലുകളും മൃഗങ്ങളുടെ അസ്ഥികളും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൂർച്ചയുള്ള ആയുധങ്ങളും എന്ത് ചെയ്തിരുന്നു? ഈ കാലഘട്ടത്തിലെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പരുപരുത്ത കല്ലുകളൊക്കെ മിനുസമാക്കിയിട്ട് ഉപയോഗിക്കാൻ ആര് ചെയ്തിരുന്നു? ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതായത് ആദ്യമൊക്കെ അവരെന്താണ്? മൃഗങ്ങളെ വേട്ടയാടാന് കല്ലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കല്ലുകളൊക്കെ കുറച്ച് പോളിഷ് ചെയ്ത് മിനുസപ്പെടുത്തിയിട്ട് അവരെന്ത് ചെയ്തു? മധ്യകാലഘട്ടത്തിലുള്ള ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.